തിരഞ്ഞെടുപ്പിലെ വിജയി ആമിന വോട്ടർമാരെ അഭിസംബോധന ചെയ്തു. എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. NSSന്റെ ആദ്യമായിട്ട് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ വോട്ടിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ശരിക്കും നമ്മുടെ ഒരു 18 വയസ്സിന് മുമ്പുള്ള ഒരു ചെറിയ വോട്ടിംഗ് ആണ്. അപ്പൊ അതില് വളരെയധികം സന്തോഷം തോന്നുന്നു. തിരിച്ചുവരാൻ ഇനിയും വഴിയുണ്ടെന്ന ആത്മവിശ്വാസം പങ്കുവെക്കുന്ന എതിർ സ്ഥാനാർത്ഥി. എന്റെ ചിഹ്നം മിഠായി ആയിരുന്നു. വളരെ സന്തോഷമുണ്ട് ഒരു ഇലക്ഷനിൽ കൂടെ ഒന്നും കൂടെ തോറ്റതിൽ. പക്ഷെ ഇതിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നിരിക്കും എന്തെങ്കിലും ഒരു ദിവസം. വഴുതക്കാട് കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് സംഘടിപ്പിച്ച മാതൃകാ തിരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി. NSS ക്യാമ്പിന്റെ ക്യാമ്പ് ലീഡറെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. വോട്ടർമാരുടെ കണ്ണിൽ ആദ്യം എത്തിയത് പ്രചാരണ പോസ്റ്ററുകൾ. പിന്നാലെ പോളിംഗ് ഏജന്റുമാരെയും പോളിംഗ് ഉദ്യോഗസ്ഥരെയും കടന്ന് വോട്ട് രേഖപ്പെടുത്തി. കള്ളവോട്ട് ചെയ്യാനെത്തിയവരെയും കൃത്യമായ തിരിച്ചറിയൽ രേഖയില്ലാത്തവരെയും പോളിംഗ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് വിദ്യാർത്ഥികൾക്ക് പാഠമായി. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ എല്ലാ വശങ്ങളും അറിഞ്ഞാണ് NSS ക്യാമ്പിൽ പങ്കെടുത്തവർ മടങ്ങുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കളിക്കാണെങ്കിലും കള്ളത്തരങ്ങൾ കൂടി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അതൊന്നും ചെയ്യരുത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ്. അപ്പോൾ ഇതിലേക്ക് കുട്ടികൾ ആസ്വദിച്ചു അല്ലേ മത്സരിച്ചവരുടെയൊക്കെ വാക്കുകളിൽ. അവരൊക്കെ ഭാവിയിലേക്ക് രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് വളരട്ടെ. വഴുതക്കാടുള്ള കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ക്യാമ്പിൽ അവരുടെ ക്യാമ്പ് ലീഡറിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു മാതൃകാ തെരഞ്ഞെടുപ്പിന്റെ കുറച്ചധികം ദൃശ്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്ത് മിടുക്കരായിട്ടാണല്ലേ അവരൊക്കെ ആ ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുത്തത്. വിജയിച്ച ആമിന ആയാലും പരാജയപ്പെട്ടു പോയ ദേവകി ആയാലും ഒക്കെ അവർ ആൾക്കാരോട് സംസാരിക്കുന്നത് എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ്. ഒരു ലീഡർ ആവാനുള്ള എല്ലാ ഒരു പാകത്തോടും കൂടിയാണ് അവർ സംസാരിക്കുന്നത്, അവർ നിൽക്കുന്നത്, അവർ പ്രതികരിക്കുന്നതൊക്കെ. മാത്രമല്ല ഒരു മാതൃകാ ഇലക്ഷൻ എങ്ങനെ വേണമെന്ന് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഫ്യൂച്ചറിൽ അവരൊരു ഇലക്ഷനെ നേരിടുക എന്നുള്ളതിന് അവർക്കൊരു വലിയ അനുഭവമായിട്ട് ഈ ഒരു ഇലക്ഷൻ മാറിയിരിക്കുകയാണ്. കാരണം കറക്റ്റായിട്ട് എങ്ങനെ വരണം, എങ്ങനെ നിൽക്കണം, എന്തൊക്കെ കൊണ്ടുവരണം, ഇലക്ഷൻ ചെയ്യാൻ പങ്കെടുത്തു കഴിഞ്ഞ് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കയ്യിൽ മഷി പുരട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആ ഒരു ഫുൾ പ്രോസസ്സിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. അപ്പം ഇവർക്കിത് കുറച്ചും കൂടെ സുപരിചിതമാകുകയാണ്. ഹയർ സെക്കൻഡറി കുട്ടികളാണ്, ഇനിയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ വോട്ട് രേഖപ്പെടുത്തേണ്ടവരാണ്. അതിന് മുന്നോടിയായിട്ട് ഇത്തരമൊരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് കൃത്യമായ രീതിയിൽ അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല കള്ളവോട്ട് ചെയ്യാൻ വന്നവരും കൃത്യമായ രേഖയില്ലാതെ വന്നവരും ഒക്കെ കൈയോടെ പിടികൂടിയിട്ടും തിരിച്ച് പറഞ്ഞയച്ചിട്ടുമൊക്കെ ഉണ്ട്. അതൊക്കെ മറ്റൊരു അനുഭവമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. എങ്ങനെയാണ് കൃത്യമായി വോട്ട് രേഖപ്പെടുത്താൻ എത്തേണ്ടത്, എന്താണ് അവിടെ സംഭവിക്കുന്നത്, ആ ഒരു ഫുൾ പ്രോസസ്സിൽ ഓരോരുത്തരും ഓരോരുത്തരുടെ റോള് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ ഒരു വലിയ അനുഭവമായിട്ട് തന്നെ മാറുകയാണ്. ഇപ്പം നമ്മൾ സാധാരണക്കാർ വോട്ട് രേഖപ്പെടുത്താൻ പോകുമ്പോൾ ആ വോട്ടിംഗ് ബൂത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സാമഗ്രികൾ അവിടെ ഉണ്ട്, അതെങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ബോധ്യമില്ലായിരിക്കും. പക്ഷേ ഈ കുട്ടികൾ ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സിലൂടെ ഫുള്ള് കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണ് സംഭവം, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി കൂട്ടുകാരാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ അവർ വന്നിട്ട് പറഞ്ഞു കൊടുക്കും, എടി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എടാ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്, ഇതാണ് ആ ഒരു ഇലക്ഷൻ്റെ പ്രോസസ്സ് കൃത്യമായി പറഞ്ഞു കൊടുക്കും. നല്ല കാര്യങ്ങൾ പഠിച്ച് അല്ലേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയട്ടെ. അപ്പോൾ കുട്ടികൾക്കും ആശംസകൾ.